ഹലോ ഗൈസ്, ബാംഗ്ലൂർ യാത്ര കഴിഞ്ഞ് വന്നിട്ട് കുറച്ച് ദിവസങ്ങളായെങ്കിലും ബാംഗ്ലൂർ സീരീസിലെ വീഡിയോസൊക്കെ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അങ്ങനെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ആദ്യത്തെ ദിവസം കുട്ടിയും പറിച്ച് ഞങ്ങൾ പോയത് ബാംഗ്ലൂർ പാലസ് കാണാൻ വേണ്ടിയായിരുന്നു. അങ്ങോട്ടേക്ക് പോകുമ്പോഴുള്ള വഴിയൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. രണ്ട് സൈഡിലും വലിയ വലിയ മരങ്ങൾ നിന്നിട്ട് നല്ല തണലും തണുപ്പും ഉണ്ടായിരുന്നു. ബാംഗ്ലൂർ ട്രാഫിക്കിൽ നിന്നൊക്കെ മാറിയൊരു യാത്ര. അവിടെ ചെന്നപ്പോൾ ഭയങ്കര തിരക്ക്. പിന്നെയാണ് മനസ്സിലായത് ഇന്ത്യൻ ഓർത്തോപെഡിക് അസോസിയേഷന്റെ വക ഒരു ഇന്റർനാഷണൽ കോൺഫറൻസ് നടക്കുകയാണ് അവിടെ. അങ്ങനെ ഫൈനലി ഞങ്ങൾ പാലസ് എൻട്രൻസിൽ എത്തിയേക്കുവാണ്. എൻട്രി ടിക്കറ്റ് ഫീ ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ബോർഡ് അവിടെ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഞങ്ങൾ വല്ലാണ്ട് ഞെട്ടിപ്പോയി. ഒരാൾക്ക് പ്രൈസ് വരുന്നത് 260 രൂപയായിരുന്നു. സാധാരണ രണ്ടാമൊന്നും ആലോചിക്കാറില്ലെങ്കിലും ഇതൊന്ന് ഇരുത്തി ചിന്തിച്ചു. എന്നിട്ട് ഞങ്ങൾ ഗൂഗിൾ റിവ്യൂസും അതുപോലെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചപ്പം എല്ലാവരും പറഞ്ഞു നോർമൽ പാലസിലുള്ള പോലെ 260 വെറുതെ വേസ്റ്റ് ആക്കണമെന്നാണ് എല്ലാവരും പറഞ്ഞത്. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. തുടക്കം തന്നെ പാളിപ്പോയതിന്റെ സങ്കടം എന്റെ മുഖത്ത് നന്നായിട്ട് കാണാൻ പറ്റും. സാരമില്ല, എല്ലാം നല്ലതിനാണെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. പിന്നെ ഞങ്ങൾ എത്തിയത് ബാംഗ്ലൂർ വന്നു കഴിഞ്ഞാൽ എല്ലാവരും മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യുന്ന ലാൽബാഗിലാണ്. അവിടുത്തെ ടിക്കറ്റ് ഒക്കെ എടുത്ത് നമ്മൾ നേരെ ഉള്ളിലേക്ക് ചെന്നു. ഞാൻ വിചാരിച്ച ഉച്ച സമയം ആയതുകൊണ്ട് അധികം ആൾക്കാർ കാണില്ലെന്ന്. പക്ഷെ ഞാൻ വിചാരിച്ച പോലെ തന്നെ ആയിരിക്കും എല്ലാവരും വിചാരിച്ച്. അതുകൊണ്ട് തന്നെ നല്ല ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഏരിയാസ് ഒക്കെ ഭയങ്കര കാമായിട്ട് ഫീൽ ചെയ്തു. നല്ല തണൽ മരങ്ങളൊക്കെ ഉള്ള ഏരിയ കൂടെയൊക്കെ നടക്കുമ്പോൾ ഭയങ്കര ഒരു ഫീലായിരുന്നു കേട്ടോ. അപ്പുറത്തെ സൈഡിൽ നല്ല വെയിലും ഉണ്ടായിരുന്നു. കുറച്ച് നേരം അവിടെയൊക്കെ ചുറ്റി കണ്ടു. എന്താണ് കാണേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. അവിടെ എന്തോ കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോയപ്പോൾ ഇതുപോലെ ലേക്ക് കണ്ടു. നല്ല രസമുണ്ടായിരുന്നു ആ സൈഡ് നിൽക്കാനായിട്ട്. നല്ല വ്യൂ ആയിരുന്നു. കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ എനിക്ക് എവിടെ ചെന്നാലും വിശപ്പ് പതിവുള്ളതാണ്, പ്രത്യേകിച്ച് പുറത്തിറങ്ങുമ്പം. ഉപ്പിലിട്ടതൊക്കെ കാണുഞ്ഞാൽ പിന്നെ പറയണ്ട. അപ്പോഴാണ് അവിടെ മാങ്ങ ശ്രദ്ധിച്ചത്. എൻ്റെ കൂടെ നടക്കുന്ന എല്ലാവർക്കും തന്നെ അറിയാൻ പറ്റും, എവിടെ പോയാലും മാങ്ങ എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. ഇതുപോലെ ഉപ്പ് മുളകും കൂടിയൊക്കെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കാണ് മാങ്ങാക്കൊതി ഉണ്ടായെങ്കിലും കഴിച്ചത് എൻ്റെ കൂടെയുള്ളവർ തന്നെയായിരുന്നു. കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കുറേ കുരങ്ങന്മാർ നമ്മളെ നോക്കിയിരിക്കുന്ന കണ്ടത്. അപ്പോൾ എനിക്ക് പണ്ടുണ്ടായ ഒരു അനുഭവം ഞാൻ എൻ്റെ കൂടെയുള്ളവരോടൊക്കെ ഷെയർ ചെയ്തു. പണ്ട് ഇതുപോലെ അനാമികയുടെ വീട്ടിൽ പോയ സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് കുരങ്ങൻ വന്നിട്ട് ലേസ് തട്ടിപ്പറിച്ചുകൊണ്ട് പോയി. എന്നിട്ട് എന്റെ മുമ്പിൽ വെച്ച് തന്നെ എന്നെ കാണിച്ച് പൊട്ടിച്ച് തിന്നു. ആ കഥ ഞാൻ മരിച്ചാലും മറക്കും. നടക്കുന്ന വഴിക്ക് മൊത്തം ഇനി അടുത്ത് എന്ത് കഴിക്കുന്നതായിരുന്നു എന്റെ മനസ്സിൽ. 240 ഏക്കറുള്ള ഈ ലാൽബാഗ് ഓൾമോസ്റ്റ് ഫുൾ ആയിട്ട് കാണേണ്ടവർക്ക് അവിടെ വണ്ടിയുടെ സൗകര്യമുണ്ട്. ഞങ്ങൾ ഇതെല്ലാം നടന്ന് കാണാൻ വിചാരിച്ചു. അതുപോലെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവേഴ്സും ട്രീസും ഒക്കെ ഒരുപാടുണ്ട് കേട്ടോ. ഇൻഡിപെൻഡൻസ് ഡേക്കും റിപ്പബ്ലിക് ഡേക്കും ഇവിടെ ഫ്ലവർ ഷോയും നടക്കാറുണ്ട്. ബാംഗ്ലൂരിന്റെ തന്നെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്ലേസ് ആണ് ലാൽബാഗ്. ഇവിടെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത് ഈ ഒരു ഗ്ലാസ് ഹൗസ് ആയിരുന്നു. ലണ്ടനിലെ ക്രിസ്റ്റൽ പാലസ് ഇൻസ്പയർഡ് ആയിട്ടാണ് ഇവിടെ ഗ്ലാസും അയണും വെച്ചിട്ട് ഈ ഒരു ഗ്ലാസ് ഹൗസ് പണി തീർത്തിട്ടുള്ളത്. കുറച്ചു നേരം ചുറ്റിക്കണ്ടതിന് ശേഷം ഒരു റീലൊക്കെ എടുത്തിരുന്നു. ഇവിടെ വരുന്നവർക്ക് യാത്ര സുഗമമാക്കാൻ വേണ്ടി തന്നെ ഇതിന് 4 എൻട്രൻസ് ആണ് ഉണ്ടായിരുന്നത്. ഞാൻ കാണിച്ചത് കൂടാതെ ഒരുപാട് അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്ലേസ് ഒക്കെ അതിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. കുറച്ചു നേരം അതൊക്കെ ചുറ്റിക്കണ്ടതിന് ശേഷം നമ്മൾ നേരെ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ. വേറൊന്നുമല്ല, ഫുഡ് കഴിക്കും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഷവർമയും ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിട്ട് അന്നത്തെ ദിവസം യാത്ര ഞങ്ങൾ അവസാനിപ്പിച്ചു. വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ ബൈ.